വിശദമായി നോക്കാം. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പൾസർ സുനിയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ രാജു ജോസഫിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. കേസുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ, ദിലീപ് എന്നിവരുടെ ബന്ധുക്കളിലേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കുന്നു. മഞ്ജുവിന്റെ സഹോദരനും നടനുമായ മധു വാര്യരെയും ദിലീപിന്റെ സഹോദരി ഭർത്താവിനെയും ചോദ്യം ചെയ്തു. നടിയെ അപമാനിക്കുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും ജൂനിയറായ രാജു ജോസഫിന് നൽകിയെന്ന് അഡ്വക്കേറ്റ് പ്രതീഷ് ചാക്കോ മൊഴി നൽകിയ സാഹചര്യത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിലെ ഏറ്റവും സുപ്രധാന തെളിവായ ദൃശ്യങ്ങൾ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് രാജു ജോസഫിനെ ചോദ്യം ചെയ്തത്. പ്രതീഷ് ചാക്കോ നൽകിയ മൊഴികൾ സത്യമാണോ എന്ന് പോലീസ് ചോദിച്ചു. ഇതോടൊപ്പം ദൃശ്യങ്ങളും മൊബൈലും കടത്താൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള ഇവരുടെ മാരുതി എസ്റ്റീം വാഹനവും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതിനിടെ മഞ്ജു വാര്യരുടെ സഹോദരനും നടനുമായ മധു വാര്യർ, ദിലീപിന്റെ സഹോദരി ഭർത്താവ് സുരാജ്, മറ്റ് 2 ബന്ധുക്കൾ എന്നിവരെയും അന്വേഷണ സംഘം ആലുവ പോലീസ് ക്ലബിൽ ചോദ്യം ചെയ്തു. ജോർജേട്ടൻ സ്പൂരം എന്ന സിനിമയുടെ നിർമ്മാതാക്കളിൽ ഒരാളാണ് സുരാജ്. സിനിമാ ലൊക്കേഷനിൽ സുനിയും ദിലീപും കണ്ടതായി പോലീസിന് തെളിവ് ലഭിച്ചിരുന്നു. സുനിയെ ഇപ്പോഴും അറിയില്ലെന്ന മൊഴിയിൽ ദിലീപും കാവ്യയും ഉറച്ചു നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇവരെയും വിളിച്ചു വരുത്തിയത്. അതേസമയം മഞ്ജു വാര്യരും ദിലീപും തമ്മിലുണ്ടായിരുന്ന കുടുംബബന്ധവും തകർച്ചയും സംബന്ധിച്ച് മധു വാര്യരിൽ നിന്നും പോലീസ് ചോദിച്ചറിഞ്ഞു. നടിയെ ആക്രമിക്കാനുള്ള കാരണം കുടുംബബന്ധം തകർന്നതിലുള്ള വൈരാഗ്യമാണെന്നാണ് പോലീസിന്റെ നിഗമനം. കൂടാതെ ദിലീപുമായി നേരത്തെ പണമിടപാടുകളും മധു വാര്യർക്ക് ഉണ്ടായിരുന്നു. കേസിൽ ഏറ്റവും നിർണായകമായ നീക്കങ്ങൾക്ക് മുന്നോടിയായാണ് ദിലീപുമായി ഏറ്റവും അടുത്ത ബന്ധുക്കളെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സുപ്രീം കോടതി അനുവദിച്ചത് പ്രകാരം മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വരുന്ന PDP നേതാവ് അബ്ദുൽ നാസർ മാദനിക്ക് കേരളത്തിനകത്തെ സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്നറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അതിനാൽ കർണാടക പോലീസ് ആവശ്യപ്പെട്ട താങ്ങാനാവാത്ത തുക കുറച്ചു നൽകണമെന്നും മുഖ്യമന്ത്രി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയോട് ആവശ്യപ്പെട്ടു. ബാംഗ്ലൂരു ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന മാദനിക്ക് വൃദ്ധരായ മാതാപിതാക്കളെ സന്ദർശിക്കാൻ ബാംഗ്ലൂരിലു NI കോടതി അനുമതി നൽകിയിരുന്നു. ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെ നാട്ടിൽ പോവാനാണ് അനുമതി. കൂടാതെ ഓഗസ്റ്റ് 9 നടക്കുന്ന മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സുപ്രീം കോടതിയും മാദനിക്ക് അനുമതി നൽകി. അങ്ങനെ ഓഗസ്റ്റ് 1 മുതൽ 14 വരെ കേരളത്തിൽ വരാനും തന്റെ ആവശ്യങ്ങൾ നടത്താനുമായുള്ള അവസരമാണ് ലഭിച്ചത്. എന്നാൽ കേരളത്തിലേക്കുള്ള യാത്രയിലെ സുരക്ഷാ ചെലവിനായി 14.80 ലക്ഷം രൂപ കെട്ടിവെക്കണമെന്ന് കർണാടക പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു. ഇതാണ് യാത്ര അനിശ്ചിതത്വത്തിലാവാൻ കാരണം. അതേസമയം വിഷയത്തിൽ ഇടപെടണമെന്നും കർണാടകയോട് കാര്യങ്ങൾ ധരിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് PDP നേതാക്കൾ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. മാദനിക്ക് ആവശ്യമായ സുരക്ഷ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാണെന്ന് കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് കത്തയച്ചിരിക്കുകയാണ്. മാനുഷിക പരിഗണനയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിയെ നിഷ്ഫലമാക്കുന്ന നിബന്ധനയാണ് സുരക്ഷ സംബന്ധിച്ച് കർണാടക പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാദനി കേരളം സന്ദർശിക്കുന്നത് തടയുകയാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് സംശയിക്കണമെന്നും മുഖ്യമന്ത്രി കത്തിൽ വ്യക്തമാക്കുന്നു. 2013-നും 2016-നും ഇടയ്ക്ക് 3 തവണ മാദനി വിചാരണ തടവുകാരനായി കേരളം സന്ദർശിച്ചിരുന്നു. ആദ്യ 2 തവണയും മാദനിയിൽ നിന്ന് പണമൊന്നും ഈടാക്കിയില്ല. 3-ാം തവണ 50,000 രൂപ അടപ്പിച്ചു. ഇപ്പോൾ ചോദിക്കുന്ന തുക വളരെ കൂടിയതും മാദനിക്ക് നീതി നിഷേധിക്കുന്നതിന് തുല്യവുമാണ്. കേരളത്തിനകത്തെ സുരക്ഷാ ചുമതല സംസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുന്ന സാഹചര്യത്തിൽ കർണാടക പോലീസിന് അധികം ചെലവ് വരുന്നില്ല. അതിനാൽ ബാംഗ്ലൂരിലു പോലീസ് കമ്മീഷണർ ആവശ്യപ്പെട്ട തുക കുറച്ചു നൽകണമെന്നും സുപ്രീം കോടതി വിധിയുടെ അന്തസത്ത ഉൾക്കൊണ്ട് അബ്ദുൽ നാസർ മാദനിക്ക് മാതാപിതാക്കളെ സന്ദർശിക്കാനും മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും അവസരം നൽകണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കത്തിൽ അഭ്യർത്ഥിക്കുന്നു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. PU ചിത്രയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ കൈത്താങ്ങ്. എലീറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്രയ്ക്ക് പ്രതിമാസം 10,000 രൂപയും പ്രതിദിന അലവൻസായി 500 രൂപയും നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. CK വിനീതിന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നൽകാനും തീരുമാനമായി. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതികാര നടപടിക്ക് വിധേയയായ PU ചിത്രയ്ക്ക് പിന്തുണ നൽകുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. APJ അബ്ദുൽ കലാം സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രതിമാസം 10,000 രൂപയും എലീറ്റ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിത്രയ്ക്ക് പ്രതിദിനം അലവൻസായി 500 രൂപയും നൽകും. ചിത്രയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഒളിമ്പ്യ പദ്ധതിയിലും ഉൾപ്പെടുത്തുമെന്ന് കായികമന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. കേരളത്തിന്റെ ഒരു ഭാവി വാഗ്ദാനമായ കുട്ടിയുടെ കായിക രംഗത്തുള്ള മികവ് ശക്തിപ്പെടുത്തണം എന്ന സർക്കാർ ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നത്തെ ക്യാബിനറ്റ്. കൂടുതൽ വിദഗ്ധ പരിശീലനം ആവശ്യമുണ്ടെങ്കിൽ അത് വിദേശത്തുൾപ്പെടെ നൽകാൻ സ്പോർട്സ് കൗൺസിൽ തയ്യാറാണ്. ഇതിന് പുറമെ CK വിനീതിന് സ്പോർട്സ് കോട്ടയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് സമാനമായ തസ്തികയിൽ നിയമനം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. AG's ഓഫീസിൽ എഡിറ്ററായിരുന്ന വിനീതിനെ മതിയായ ഹാജരില്ല എന്ന കാരണം പറഞ്ഞാണ് ജോലിയിൽ നിന്നും കേന്ദ്ര സർക്കാർ പിരിച്ചുവിട്ടിരുന്നത്.
പൊതുഭരണ വകുപ്പിന് കീഴിൽ സൈനിക ക്ഷേമ വകുപ്പ് രൂപീകരിക്കും. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ പരിധിയിൽ വരുന്ന കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതിന് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിൽ കൊച്ചി മെട്രോ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുവാനും തീരുമാനിച്ചു. ലേബർ കമ്മീഷണർ കെ ബിജുവിനെ റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയായി നിയമിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ലേബർ കമ്മീഷണറുടെ അധിക ചുമതലയും ബിജുവിനുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടി സംസ്ഥാന നേതൃത്വവുമായി ഭിന്നതയില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ. കേരളത്തിൽ അടുത്തിടെയുണ്ടായ സംഭവങ്ങളുടെ പേരിൽ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിൽ ഭിന്നതയുണ്ടെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് PB വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. തെറ്റിദ്ധാരണാജനകമായ വാർത്തകളാണ് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി. രാഷ്ട്രീയ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണറുമായി നടന്ന കൂടിക്കാഴ്ച, മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് പുറത്തുപോകാൻ ആവശ്യപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര നേതൃത്വത്തിന് അതൃപ്തി എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. ഈ വാർത്തകളാണ് പോളിറ്റ് ബ്യൂറോ തള്ളിയത്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ കൊലവിളിയുമായി ഫേസ്ബുക്ക് പോസ്റ്റ്. അയ്യപ്പ എസ് രാജ് എന്ന വ്യക്തിയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ തല കൊയ്യണമെന്ന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ആഹ്വാനത്തിന് പിന്നാലെ പോസ്റ്റിനെ അനുകൂലിച്ച് നിരവധി പേർ കമന്റ് ഇട്ടിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവല്ല സ്വദേശി അജയൻ സൈബർ സെല്ലിൽ പരാതി നൽകി. ഗുജറാത്തിലെ MLA-മാരെ പാർപ്പിച്ചിരിക്കുന്ന ബംഗളൂരുവിലെ റിസോർട്ടിൽ ആദായനികുതി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തിയ വിഷയത്തിൽ കോൺഗ്രസ് രാജ്യസഭ സ്തംഭിപ്പിച്ചു. കർണാടകയിലെ മന്ത്രിക്കെതിരായ സാമ്പത്തിക തട്ടിപ്പാണ് അന്വേഷിച്ചതെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി വിശദീകരിച്ചു. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ BJP ശ്രമിക്കുന്നെന്നാരോപിച്ച് കോൺഗ്രസ് പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ രാഷ്ട്രീയ പകപോക്കലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നതെന്നായിരുന്നു കോൺഗ്രസ് ആരോപണം. MLA-മാർ താമസിക്കുന്ന റിസോർട്ട് റെയ്ഡ് ചെയ്തതിലൂടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് വ്യക്തമായതായും ഗുലാം നബി ആസാദ് രാജ്യസഭയിൽ ആരോപിച്ചു. കോൺഗ്രസ് അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങിയതോടെ സഭ 2 തവണ തടസ്സപ്പെട്ടു. മുഖ്യ പലിശ നിരക്കുകളിൽ 0.5% കുറവ് വരുത്തി റിസർവ് ബാങ്ക് വായ്പാ നയം പ്രഖ്യാപിച്ചു. റിപ്പോ നിരക്ക് 6.25% നിന്നും 6% കുറഞ്ഞത്. റിസർവ് ബാങ്ക് പലിശ കുറച്ച സാഹചര്യത്തിൽ വാഹന വായ്പാ നിരക്കുകൾ കുറഞ്ഞേക്കും. നാണ്യപ്പെരുപ്പം കഴിഞ്ഞ 5 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കായ 1.54 എത്തിയതാണ് പലിശ നിരക്ക് കുറക്കാൻ റിസർവ് ബാങ്കിന് പ്രചോദനമായത്. റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് നൽകുന്ന വായ്പയുടെ പലിശയായ റിപ്പോ നിരക്കിൽ 0.5% കുറവ് വരുത്തി. 6.25% നിന്നും 6% കുറച്ചത്. കഴിഞ്ഞ 7 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. വാണിജ്യ ബാങ്കുകൾ RBIയിൽ പണം നിക്ഷേപിക്കുമ്പോൾ ലഭിക്കുന്ന പലിശയായ റിവേഴ്സ് റിപ്പോ നിരക്ക് 6% നിന്നും 5.25% കുറച്ചു. മന്ദഗതിയിലായ സാമ്പത്തിക വളർച്ചാ നിരക്ക് വേഗത്തിലാക്കാൻ പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്ന് വ്യവസായ ലോകം ഏറെ നാളായി ആവശ്യപ്പെടുകയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഇതിനു മുൻപ് പലിശ നിരക്ക് കുറച്ചത്. പിന്നീട് ചേർന്ന വായ്പാ നയ അവലോകന യോഗങ്ങളിൽ RBI പലിശ നിരക്ക് കുറക്കാൻ തയ്യാറായിരുന്നില്ല. നാണ്യപ്പെരുപ്പ് നിരക്ക് ഉയരാനുള്ള സാധ്യതയും എണ്ണവിലയിലെ ചാഞ്ചാട്ടവുമെല്ലാം ചൂണ്ടിക്കാട്ടിയായിരുന്നു പലിശ നിരക്ക് കുറക്കാൻ തയ്യാറാകാതിരുന്നത്. എന്നാൽ നാണ്യപ്പെരുപ്പ് നിരക്ക് 1.54% എന്ന നിലയിലേക്ക് താഴ്ന്നതും ആവശ്യത്തിന് മൺസൂൺ മഴ ലഭിച്ചതും ഉൾപ്പെടെയുള്ള അനുകൂല ഘടകങ്ങളാണ് ഇപ്പോൾ പലിശ നിരക്കുകൾ കുറക്കാൻ കാരണമായത്. മുംബൈയിലെ RBI ആസ്ഥാനത്ത് ചേർന്ന വായ്പാ നയ അവലോകന യോഗത്തിന് ശേഷമാണ് റിസർവ് ബാങ്ക് ഗവർണർ ഊർജിത് പട്ടേൽ വായ്പാ നയം പ്രഖ്യാപിച്ചത്. റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചതോടെ വാണിജ്യ ബാങ്കുകളും ഭവന വാഹന വായ്പാ നിരക്കുകൾ കുറച്ചേക്കും. M. സന്തോഷ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. കാട്ടാക്കട CI2 ഏരിയ സെക്രട്ടറിയുടെ വീടിന് നേരെ ബോംബാക്രമണം. ഫ്രാൻസിസിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. ബോംബാക്രമണത്തിൽ വീടിന്റെ ജനലുകൾ കത്തിനശിച്ചു. കാട്ടാക്കട മോളിയൂർ റോഡിൽ രോഹിണി ഭവനത്തിൽ ഫ്രാൻസിസിന്റെ വീടിന് നേരെയാണ് പെട്രോൾ ബോംബാക്രമണം നടന്നത്. കുട്ടികൾ ഉറങ്ങുന്ന മുറി ലക്ഷ്യമാക്കിയായിരുന്നു ബോംബാക്രമണം നടന്നത്. BJP പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്നാണ് ആരോപണം. ആദ്യം വീടിന് നേരെ കല്ലെറിയുകയും ശേഷം കിടപ്പുമുറിയോട് ചേർന്ന് ബോംബെറിയുകയുമാണ് ചെയ്തത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നടന്ന സമാധാന ചർച്ചയുടെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായ നിലപാട് ദൗർഭാഗ്യകരമായെന്ന് CPIM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. BJP RSS നേതൃത്വവും CPM ജില്ലാ നേതൃത്വവും തമ്മിൽ ചർച്ചകൾ നടത്തിയിരുന്നു. ജില്ലയിൽ ഒരു വിഷയവും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന കർശനമായ തീരുമാനമെടുത്തുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. പക്ഷേ ആ തീരുമാനങ്ങൾക്കെല്ലാം വിരുദ്ധമായ നിലപാടാണ് ദൗർഭാഗ്യവശാൽ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ജില്ലയിൽ സമാധാനം നിലനിർത്തുന്നതിൽ RSS തൽപരരല്ല എന്നാണ് ഈ സംഭവത്തിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഫ്രാൻസിസിൻ്റെ മക്കൾ കിടക്കുന്ന മുറി ലാക്കാക്കിയാണ് ഇവർ ബോംബ് പറഞ്ഞത്. ജനാൽച്ചില്ല പൊട്ടി ഇന്നലെ ബോംബ് അകത്തേക്ക് വീണെങ്കിൽ പെട്രോൾ ബോംബ് ആണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് അകത്തേക്ക് വീണിരുന്നെങ്കിൽ നമുക്ക്
ആലോചിക്കാൻ കഴിയാത്ത അപകടങ്ങൾ ഇന്നലെ ഈ വീട്ടിൽ സംഭവിക്കുമായിരുന്നു. ഫ്രാൻസിസിൻ്റെ കുടുംബത്തെ വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെ കൊലപാതക ശ്രമമാണ് ഈ ബാംബേറിലൂടെ ഇവിടെ നടത്തിയിരിക്കുന്നത്. ജില്ലയിൽ സമാധാനം നിലനിർത്താൻ RSS ആഗ്രഹിക്കുന്നില്ല എന്നും ഇവിടെ കൊലപാതക ശ്രമമാണ് നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പരിസരം വ്യക്തമായി അറിയാവുന്നവരുടെ ഒത്താശയോടെയാണ് ഫ്രാൻസിസിന്റെ മക്കൾ കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി ബോംബെറിഞ്ഞ് ജനൽ ചില്ലുകൾ തകർത്തത്. സമാധാനപരമായ അന്തരീക്ഷം ഉണ്ടാകണമെന്നതാണ് CPMന്റെ ആഗ്രഹം. കാട്ടാക്കടയിൽ ജനങ്ങൾക്ക് സമാധാന ജീവിതം നയിക്കാൻ കഴിയണമെന്നും കുറ്റകൃത്യം ചെയ്തവരെ ഉടൻ പിടികൂടണമെന്നും ആനാവൂർ നാഗപ്പൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. BJPയുടെ വ്യാജ റിസീറ്റ് വിവാദത്തിൽ വടകരയിലെ കോളേജ് അധ്യാപകനെ BJP നേതാക്കൾ മർദ്ദിച്ചു. ചെരണ്ടത്തൂർ MHS കോളേജ് അധ്യാപകനും പ്രാദേശിക BJP നേതാവുമായ ശശികുമാറിനാണ് മർദ്ദനമേറ്റത്. റസീറ്റ് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയെന്ന് ആരോപിച്ചായിരുന്നു BJP കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് PP മുരളിയുടെ നേതൃത്വത്തിലുള്ള മർദ്ദനം. അധ്യാപകൻ ശശികുമാർ പയ്യോളി പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് നടന്ന BJP നാഷണൽ കൗൺസിൽ നടത്തിപ്പിനായി വ്യാജ റസീറ്റ് ഉപയോഗിച്ച് പണം തട്ടിയ സംഭവത്തിലാണ് കോളേജ് അധ്യാപകൻ ശശികുമാറിന് മർദ്ദനമേറ്റത്. വടകര ചെരണ്ടത്തൂർ MHS കോളേജിലെ കൊമേഴ്സ് അധ്യാപകനും BJP വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അംഗവുമാണ് ശശികുമാർ. തിങ്കളാഴ്ച കോളേജിലെത്തിയാണ് BJP കുറ്റ്യാടി മണ്ഡലം പ്രസിഡന്റ് PP മുരളി, ജനറൽ സെക്രട്ടറി എടക്കുടി മനോജ്, വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ പ്രഭേഷ്, രജീഷ് എന്നിവരടങ്ങുന്ന 10ലധികം വരുന്ന സംഘം ശശികുമാറിനെ മർദ്ദിച്ചതും ഭീഷണിപ്പെടുത്തിയതും. MHS കോളേജ് നൽകിയ സംഭാവനയുടെ വ്യാജ റസീറ്റ് ശശികുമാർ വഴി മാധ്യമങ്ങൾക്ക് ലഭിച്ചതായി പറഞ്ഞായിരുന്നു ഭീഷണിയും മർദ്ദനവും. കഴുത്തിന് പിടിച്ച് ചുമരിൽ ചേർത്ത് നിർത്തി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തി. 3 മണിക്കൂറോളം തടഞ്ഞുവെച്ച സംഘം മർദ്ദിച്ച ശേഷം വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയാണ് മടങ്ങിയതെന്ന് ശശികുമാർ പറഞ്ഞു. അപ്പം എന്നെ അങ്ങോട്ട് പറയാൻ അനുവദിക്കാതെ അവർ കഴുത്തിന് പിടിച്ചിട്ട് പറയാണ്, നിന്നെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കല്ല, ഞങ്ങളെ അപമാനിച്ചുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവില്ല, നിനക്കിവിടെ ജോലി ഉണ്ടാവില്ല, നീ ഇവിടെ ജീവിക്കുകയില്ല, നിന്നെ ഞങ്ങൾ തട്ടിക്കളയും എന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പം ഞാൻ ചോദിച്ചു എന്താ വിഷയം? പറഞ്ഞു, നീ ഇവിടുന്ന് വ്യാജ റസീറ്റ് എൻ്റെ വിവരം മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുത്തത് നീയാണ്. BJPയുടെ വില്യാപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി അംഗവും മായന്നൂർ ബൂത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാണ് ശശികുമാർ. താൻ വഴി റസീറ്റ് പുറത്തുപോയിട്ടില്ലെന്ന നിലപാടിലാണ് അധ്യാപകൻ. മർദ്ദനവും ഭീഷണിയും കോളേജിൽ നിന്നായതിനാൽ ഇയാളെ കോളേജ് മാനേജ്മെന്റ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നാഷണൽ കൗൺസിലിനായി വ്യാജ റസീറ്റ് ഉപയോഗിച്ച് പണം പിരിച്ചില്ലെന്ന് BJP സംസ്ഥാന നേതാക്കൾ വരെ ആവർത്തിച്ച് പറയുന്നതിനിടെയാണ് BJP പ്രവർത്തകൻ കൂടിയായ കോളേജ് അധ്യാപകന് മർദ്ദനമേറ്റത്. ശശികുമാർ നൽകിയ പരാതിയിൽ പയ്യോളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിസോറാം ലോട്ടറിക്കെതിരെ നടപടിയെടുത്ത കേരള സർക്കാരിനെതിരെ മിസോറാം സർക്കാർ കേസെടുത്ത നടപടി അന്യായമാണെന്നും നിയമപരമായാണ് പ്രവർത്തിച്ചതെന്നുമാണ് മിസോറാം സർക്കാർ. പത്രപരസ്യത്തിലൂടെയാണ് വിശദീകരണവുമായി മിസോറാം സർക്കാർ രംഗത്ത് വന്നത്. മറ്റ് സംസ്ഥാനങ്ങളിൽ ലോട്ടറി നടത്തിപ്പിന് തടസ്സമില്ലെന്നും പരസ്യത്തിൽ പറയുന്നു. മിസോറാം ലോട്ടറി ഡയറക്ടർ വാൻലൽ സുമിയുടെ പേരിലാണ് പത്രങ്ങളിൽ പരസ്യം നൽകിയിരിക്കുന്നത്. നിയമപരമായാണ് കേരളത്തിൽ ലോട്ടറി വിതരണത്തിനുള്ള നടപടികൾ സ്വീകരിച്ചതെന്ന് പരസ്യത്തിൽ പറയുന്നു. ലോട്ടറി ടിക്കറ്റുകൾ പിടിച്ചെടുത്തതും കേസെടുത്തതും അന്യായമാണ്. 1998 ലോട്ടറി റെഗുലേഷൻ ആക്ട് പ്രകാരം പശ്ചിമബംഗാൾ, പഞ്ചാബ്, ഗോവ, മഹാരാഷ്ട്ര, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മിസോറാം ലോട്ടറി വിൽപ്പന തടസ്സമില്ലാതെ നടക്കുന്നുണ്ട്. നിയമപരമായ എല്ലാ കാര്യങ്ങളും ധനകാര്യ വകുപ്പും മിസോറാം സ്റ്റേറ്റ് സെക്രട്ടറിയും ജൂലൈ 21 തന്നെ കേരള ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. ടി സ്റ്റാർ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അംഗീകൃത വിതരണക്കാരാണെന്നും പരസ്യത്തിൽ പറയുന്നു. നറുക്കെടുപ്പിന്റെ വിശദാംശങ്ങളും പരസ്യത്തിൽ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ലോട്ടറി ടിക്കറ്റുകൾ പിടിച്ചെടുക്കുകയും നിയമ നടപടികൾ ശക്തമാക്കുകയും ചെയ്തതോടെ കേരളത്തിൽ ലോട്ടറി നടത്തിപ്പ് അനിശ്ചിതത്വത്തിലാണ്. ലോട്ടറി വിതരണ സ്ഥാപനത്തിന്റെ ഉടമയുൾപ്പെടെ ഇതുവരെ 3 പേരെ അറസ്റ്റ് ചെയ്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ലോട്ടറി വിൽപ്പന ആരംഭിക്കുന്നതിനായി ഹാജരാക്കിയ രേഖകൾ അപര്യാപ്തമാണെന്ന് കാണിച്ച് കേരള സർക്കാർ നിലപാട് കർശനമാക്കിയതോടെ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ വിതരണക്കാർ സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രകാരം GST വകുപ്പ് 15 ദിവസത്തെ സാവകാശമാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വഴിയിൽ കളഞ്ഞുപോയ പണം കണ്ടെത്താൻ പോലീസ് സ്റ്റേഷനിലെത്തിയ പരാതിക്കാരന് കിട്ടിയത് നഷ്ടപ്പെട്ട പണം. കരുനാഗപ്പള്ളി സ്വദേശിയായ പോലീസുകാരൻ പണം നഷ്ടപ്പെട്ട പരാതി പറയാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ കണ്ടത് കളഞ്ഞു കിട്ടിയ പണവുമായി എത്തിയ യുവാവിനെയാണ്. ആലപ്പുഴയിലാണ് കളഞ്ഞു കിട്ടിയ പണം തിരികെ നൽകിയ യുവാവിന്റെ സത്യസന്ധത പോലീസ് ഉദ്യോഗസ്ഥന് സഹായമായത്. മലപ്പുറം വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനായ അരുണിന്റെ പണമടങ്ങിയ ബാഗാണ് ഇന്ന് ഉച്ചയോടെ ആലപ്പുഴയിൽ വെച്ച് നഷ്ടമായത്. കരുനാഗപ്പള്ളി സ്വദേശിയായ അരുണിന്റെ മാതാവ് കരുനാഗപ്പള്ളിയിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയുടെ ആവശ്യത്തിനായാണ് അരുൺ 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും കടമെടുത്തത്. ഈ പണവുമായി കരുനാഗപ്പള്ളിയിലേക്ക് വരുന്ന വഴിയാണ് ഇടയ്ക്ക് വെച്ച് പണം നഷ്ടപ്പെട്ടത്. പണം സൂക്ഷിച്ചിരുന്ന ബാഗ് റോഡിൽ തെറിച്ചു വീഴുകയായിരുന്നു. അരമണിക്കൂറിന് ശേഷമാണ് പണം നഷ്ടപ്പെട്ട വിവരം അരുൺ അറിയുന്നത്. ഉടൻ തന്നെ ആലപ്പുഴ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ അരുൺ വിവരമറിയിക്കാനെത്തി. അപ്പോഴാണ് നഷ്ടപ്പെട്ട ബാഗുമായി പതിരാപ്പള്ളി സ്വദേശി സണ്ണി എന്ന യുവാവും സ്റ്റേഷനിലെത്തിയത്. ഇതേ തുടർന്ന്
നോർത്ത് SIയുടെ സാന്നിധ്യത്തിൽ അരുണിന് തുക കൈമാറി. പാതിരാപ്പള്ളിയിൽ അപ്പോൾസ്റ്ററി ഉടമയാണ് സത്യസന്ധതയ്ക്ക് മാതൃക കാട്ടി പണം തിരിച്ചു നൽകിയത്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.